ക്ഷേത്രാചാര്യനായ ഗോപൻ സ്വാമിയുടെ സമാധിയെ ചൊല്ലി വൻ വിവാദം. സമാധിയായ ശേഷം അച്ഛന്റെ ആഗ്രഹപ്രകാരമാണ് കുഴിച്ചു മൂടിയതെന്നാണ് മക്കളുടെ വാദം. സമാധിയാണ് എനിക്ക് സമയമായി തനി രാവണൻ 10 തലയായവന് എന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ സമാധി ആവാൻ വേണ്ടി അവിടെ ചെന്ന് അച്ഛൻ പത്മാസനത്തിൽ ഇരിക്കുകയാണ് ആ പീഠത്തിൽ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ് സമാധി. നീ എന്നെ കൂടുതൽ എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച സമാധിയെ ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. അവിടെ പോലീസില്ലേ, ലോ ആൻഡ് ഓർഡറിലെ, ക്രൈം ആൻഡ് പണിഷ്മെന്റിലെ എന്തോ വേണം സാറേ, നിയമം നടപ്പിലാക്കണം. ബിപിക്കുള്ള ഗുളികയും കഴിച്ചു, പിന്നെ ഇൻസുലിനൊക്കെ വെച്ചതിന് ശേഷമാണ് കഞ്ഞിയൊക്കെ കുടിച്ചു സമാധിയാവാൻ പോകുന്നതെന്ന് വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് വന്ന് അച്ഛൻ സമാധി ഇരുന്നത് ഇവിടെ. ഓഹോ, ഇനി ഒന്നുകൂടെ ചോദിക്കാം. മരിക്കാൻ പോണ ആള് ബിപിയുടെ ഗുളിക കഴിച്ച്, ഷുഗറിന്റെ ഗുളിക കഴിച്ച്, പിന്നെ കഞ്ഞി കുടിച്ച് മരിക്കാൻ പോണ ആൾ ഇതെല്ലാം ചെയ്തിട്ട് പോകും. മറുപടി പറയടാ. മരണം ഉറപ്പിക്കാൻ ഒരു ഡോക്ടർ പറയണ്ടേ? അതെങ്ങനെ? ഞങ്ങൾ പറഞ്ഞില്ലേ മോനെ, നമ്മൾ സത്യമല്ലേ പറയുള്ളൂ. ഇയാളും പൊട്ടനായിരിക്കും, താനും പൊട്ടനായിരിക്കും, പക്ഷെ ഞാൻ പൊട്ടനല്ല. ജീവൻ പോയി എന്നറിയാൻ ഡോക്ടർമാർ വല്ലതും പറയണ്ടേ? അങ്ങനെ പാടില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? അച്ഛന്റെ ജീവൻ പോകുമ്പോൾ നമ്മൾ തന്റെ സ്പന്ദനാടി ഇടുപ്പ് നിൽക്കും, തന്റെ ശ്വാസം നിൽക്കും. ഞാൻ ക്ഷേത്ര പൂജാരിയാണ്, എനിക്ക് അറിയാൻ പറ്റും. താനങ്ങ് തീരുമാനിച്ചാൽ മതിയോ? താനാണോ രോഗം നിർണ്ണയിക്കുന്നത്? പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇവിടെ വേഷം കെട്ടി നിൽക്കുന്നത്? ഇതെന്നാ ഇത്? എന്നാ കോപ്പായിട്ട് എന്റെ കയ്യിലില്ലേ? അപ്പൊ ഞാനല്ലേ ഇതൊക്കെ തീരുമാനിക്കുന്നത്? അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ സംഭവം എല്ലാം മൂടി കെട്ടിയിരിക്കും. അതുകൊണ്ട് നമുക്ക് സംശയമുണ്ട് ജീവനോടെ വെച്ചതാണോ അല്ലാതെ വെച്ചതാണോ. ചെറുതായിട്ട് മരിച്ചു എന്ന് പറഞ്ഞ നാട്ടുകാരെ ഇപ്പം കൊണ്ടുവരണം. നിങ്ങളാണ് ആണുങ്ങൾ. ജീവിക്കാൻ വയ്യാന്നുള്ള ഒരു സ്റ്റേജായി. പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത്. എന്താണ് അമ്മയ്ക്ക് അതിന്? അമ്മയ്ക്ക് പറ്റൂല. സമാധി സമാധി സമാധി. ഇത്തിരി കോംപ്ലിക്കേറ്റഡാ, സാരമില്ല. ഈ ഗുളിക ഒരാഴ്ച കഴിച്ചാൽ മതി, ശരിയായിക്കോളൂ. ഇതൊക്കെ വടക്കേന്ത്യയിലൊക്കെ നടക്കുമായിരിക്കും. ഇവിടെ അയാൾ പറയുന്നു ആത്മാവ് പോകുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത്. പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള സമാധി സ്ഥലത്ത് കല്ലറയിൽ മൃതദേഹം അടക്കി സ്ലാബിട്ട് മൂടിയെന്നാണ് ആ മക്കളുടെ വിശദീകരണം. എന്താ മാഷേത്? എന്താ പ്രാന്തായോ? തനിക്കെന്താ പ്രാന്തായോ? ഞാൻ ചെയ്തത് തെറ്റല്ല, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷെ പൊന്നോ ഒടുക്കത്താ. പിന്നെ ആ വിശ്വാസത്തിന് ഹാനികരമായിട്ട് കുത്തിപ്പൊളിക്കരുത്. അവന്മാർ അങ്ങനെ പറയുന്ന ആളുകൾ. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. വിട്ടുപിടി വേണ്ട.